ഹലോ, ഇവിടെ ആരുമില്ലേ? എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും ഒന്ന് വരുമോ? എന്റെ പേര് കീർത്തി. എനിക്ക് ബന്ധുക്കളെന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരും തന്നെയില്ല. ഞാൻ വളർന്നതും പഠിച്ചതുമൊക്കെ ഹൈദരാബാദിലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലായിരുന്നു. ഞങ്ങളുടെ വാർഡൻ രാജാറാം സർ, അദ്ദേഹം പലർക്കും ഒരു വഴികാട്ടിയായിരുന്നു. നല്ല ഉപദേശങ്ങൾ നൽകുമായിരുന്നു. അവിടെ പഠിച്ച പലരും ഇന്ന് വലിയ വലിയ പൊസിഷനിലാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ട്രസ്റ്റിൽ നിന്ന് പുറത്തു പോകേണ്ട പ്രായമായിരുന്നു. നമ്മളെപ്പോലെ ആരും ഇല്ലാത്തവർക്കും നമ്മളിവിടെ സ്ഥലം കൊടുക്കേണ്ട നിർബന്ധത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പഠിക്കൂ. ഡെയിലി പേപ്പേഴ്സ്, എംപ്ലോയ്മെന്റ് ന്യൂസ് ഇതെല്ലാം ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ജോലിയെ പറ്റിയുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. അത് നോട്ടീസ് ബോർഡിലിടൂ. നമ്മുടെ കഴിവ് നമ്മൾ തെളിയിക്കണം. സാമ്പത്തികമായിട്ട് ലൈഫിൽ സെറ്റിൽ ആവണം. അതാണ് പ്രധാനം. ഇത് കണ്ടോടി, സൂപ്പർ ജോബ്. പിടുത്തൊന്നുമില്ലാതെ ഒരു മാസം 50,000 റുപ്പീസ് സാലറി. ഫസ്റ്റ് 4 months സാലറി മാത്രം അവരെടുക്കും. ഫോറിനിലോ? ഹേ, സൂപ്പർ ഡി. യുനോ, ജോബ് സെക്യൂരിറ്റി, ഇൻക്രിമെന്റ് എല്ലാം ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്താലോ? എങ്ങനെയെങ്കിലും ആ ജോലിയിൽ ചേർന്ന് നല്ലൊരു നിലയിലെത്താന്ന് കരുതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ ഞാനും എന്റെ ഫ്രണ്ട്സും സെലക്ട് ആയി. അപ്പോഴാണ് റെസ്റ്റ് റൂമിൽ ടവലില്ല, അത് എടുത്തോണ്ട് വന്നതാ മാഡം. മാഡം, വേറെ എന്തെങ്കിലും വാങ്ങണോ മാഡം? വേറെന്താ? അല്ല മാഡം, ബിയർ, വൈൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. ഡാ പോടാ. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ വരട്ടെ. അവന്റെ ഫ്രണ്ടിനെ പിടിച്ച് ഗുഡൌണിലിട്ടിട്ടുണ്ട്. നീ വേണേ റെസ്റ്റ് എടുത്തോ, ഞാൻ നോക്കിക്കോളാം. ഉണ്ടാക്കും. താനൊക്കെ നോക്കിയതുകൊണ്ടാ ഇങ്ങനെ ആയത്. ആദ്യം ആ ജാക്കിക്ക് ഫോൺ ചെയ്ത് ഏതെങ്കിലും ഒരുത്തിന് സുഖമില്ലെന്ന് പറഞ്ഞ കുറച്ച് സമയം വേണമെന്ന് പറ. അപ്പൊ അവൻ പറയും ആദ്യം അവൻ പറഞ്ഞ പെണ്ണുങ്ങൾ അയക്കാൻ കാശ് കൊടുത്താൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയും. അപ്പൊ നീ പറയണം ആ ലിസ്റ്റിലുള്ളവർക്ക് സുഖമില്ലെന്ന്. വലിയ സുഖമാണെന്ന് പറഞ്ഞേക്ക് എയർപോർട്ടിൽ അലോ ചെയ്യില്ലെന്നും. ബാക്കിയൊക്കെ ഞാൻ നോക്കണം. ഓരോ പണി കിട്ടുന്ന വഴിയെ എനിക്കിട്ട് പണി തന്ന എസ്കേപ്പ് ആയല്ലേ. ഞാൻ കാണിച്ചു കൊടുക്ക അവന്. അവന്റെ വീട് എവിടെയാ? ഹലോ ചേട്ടാ, വീട് പൂട്ടിയിരിക്കുക. അവൻ ഇവിടെ നിന്ന് എല്ലാരെയും ഷിഫ്റ്റ് ചെയ്തു. ഹലോ ഹലോ ഹലോ, കേക്കുന്നുണ്ടോ മോനെ? പറയാമേ. എത്ര കാലമായിട്ട് നിന്നോട് ചോദിച്ചതാ. കൃത്യസമയത്താ ഞങ്ങൾ അയച്ചത്. നീയും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ദർശനം കിട്ടി. പിന്നെ നിക്കടിയോടെ സംസാരിച്ച് തീർന്നില്ല. വയസ്സായ അമ്മ വേണമെങ്കിൽ അമ്പലത്തിൽ പോട്ടെ. എന്നെ എന്തിനാണ് വെറുതെ ടോർച്ചർ ചെയ്യുന്നേ? അമ്പലത്തിൽ പോകുന്ന ടോർച്ചറാണോ നിനക്ക്? മര്യാദയ്ക്ക് അമ്മ പറയുന്ന അനുസരിച്ചാൽ മതി. എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ കൊന്നാണ് ഞാൻ. ഫോൺ വയ്ക്ക്. ബോസ്, സൂപ്പർ ബോസ്. നമുക്ക് വേണ്ടി വീട്ടിൽ അമ്പലത്തിലേക്ക് അയച്ചല്ലേ. ഒപ്പന്റെ ലവറല്ലേ കീർത്തി, അവക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ പറയാം. കീർത്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്നോ? ആരാടാ പെണ്ണ്? അവളെ കുറിച്ച് വല്ല അറിയണം നിനക്ക്? അവരെന്തിനാ അവളെ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? ബോസേ, അല്ലെങ്കിൽ തന്നെ ഞാൻ കൺഫ്യൂഷനില്ല. വീട്ടിൽ പോയി നോക്കിയപ്പോ വീട് പൂട്ടിക്കിടക്കുന്നു. വീട് പൂട്ടി? നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എന്താടാ പറയത്തെ? ബോസ്, ഞാൻ കല്യാണം കഴിച്ചതല്ല, അവന്മാർ എന്റെ തല കെട്ടിവെച്ചതാ. ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഞാൻ സ്നേഹിക്കുന്ന കീർത്തിയില്ലേ, ബോസ് എന്ന് സമ്മതിച്ചാൽ മതി. ആ കരിങ്കുരങ്ങൻ ഇപ്പൊ തന്നെ ഡിവോഴ്സ് ചെയ്തേക്കാം. അവള് കരിങ്കുരങ്ങാണ്, നീ കാട്ടു പോത്താടാ. ബോസ്, വേറെ എന്ത് തെരുവണല്ലോ എന്നെ വിളിച്ചോ. എന്ന കാട്ടുപോത്തെന്ന് വിളിച്ച ഞാൻ ഭയങ്കര ടെൻഷനാവും. എന്ത് ടെൻഷനാവുന്നു? ഒരു ഒറ്റ നീ കാരണം എന്റെ ഫ്രണ്ട് കുടുങ്ങിയിരിക്കാടാ. ബോസ് ബോസ് ബോസ്, ഞാൻ കാരണം എന്താ പ്രശ്നം? നിങ്ങളുടെ ഫ്രണ്ട് കൊടുക്കാൻ കാരണം നിങ്ങളാ. അവൻ എങ്ങനെ രക്ഷിക്കാമെന്ന് നോക്ക്, അല്ലാതെ എന്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു.
കോട്ട മോളില. ഇവനൊരു കള്ളനാണല്ലേ. പോരട്ടെ പോരട്ടെ പോരട്ടെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം പോരട്ടെ. ഞാൻ ബോസ്, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി പോകുന്നു, ഞാൻ പ്രേമത്തിന് വേണ്ടി. വണ്ടി എടുത്ത ബോസ്, വേഗം വണ്ടി എടുക്കും ബോസ്. പറയുന്നത് കേൾക്ക്, എല്ലാവരും നോക്കുന്നുണ്ട്. ഒന്നും ആലോചിക്കണ്ട, വണ്ടി എടുക്കും ബോസ്, നമുക്ക് പോവാം. ചേച്ചാ ഇങ്ങോട്ട് നോക്ക്. അവന്റെ ഫ്രണ്ട് ഇപ്പം നമ്മളെടുത്താ, അവൻ തീർച്ചയായിട്ടും നമ്മളെ തെരഞ്ഞു വരും. പക്ഷെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ രാത്രി മുതലല്ലേ കാണാതായത്. കയ്യിലാണെങ്കിൽ 10 ലക്ഷം രൂപയുണ്ട്. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അവൻ നമ്മളെ അക്യൂസ്റ്റ് ആക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ അക്യൂസ്റ്റ് ആക്കും. ആശ്രമത്തിൽ പഠിച്ച കീർത്തി എന്ന പെൺകുട്ടി 10 ലക്ഷം രൂപ മോഷ്ടിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടി. അതിന് അവന്റെ കുടുംബവും സഹായിച്ചു. ആരുമില്ലാത്തവർക്ക് അഭയം കൊടുത്ത അനാഥാശ്രമത്തിൽ തന്നെ മോഷണം. കറക്റ്റ് ആയിരിക്കും. നമുക്കറിയാവുന്ന പോലീസിനെ വെച്ച് കേസ് വലിയാൻ പറയും. അവളുടെ കൂടെ ജോലിക്ക് വന്നവർ വിശ്വസിക്കുന്ന പോലെ പ്രശ്നം അങ്ങ് വലുതാക്കിയേക്ക്. അവള് വന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ പോലും അവളെ ആരും വിശ്വസിക്കാൻ പാടില്ല. നീ ഇപ്പോ മറ്റു പെണ്ണുങ്ങളെ അയക്കാനുള്ള പാസ്പോർട്ടൊക്കെ റെഡിയാക്ക്. അവളെ കിട്ടുന്നത് വരെ ഞാൻ ട്രിവാൻഡ്രം വിട്ടു പോവില്ല. മനസ്സിലായോ? ശരി. അങ്ങോട്ട് ചോദിക്കാം. ആ ഫോട്ടോ കാണിച്ചേ. ഇതാണ് ഇതിന്റെ ഫ്രണ്ടിന്റെ അനിയത്തെ ഇന്നലെ രാത്രിത്തൊരു മിസ്സിംഗ് ആണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടു കേട്ടാ? അവൾ ഇതുവഴിയായിരിക്കും പോയിരിക്കുക. ബ്ലൂ കളർ ടീഷർട്ട് ഇട്ടിരുന്ന. ബ്ലൂ കളർ ടീഷർട്ടോ? ആ ശരിയാ. ഇന്നലെ രാത്രി ഒരു 12 മണി ഉണ്ടാവും. എന്റെ വണ്ടിയിലാ പോയത്. ഞാനാ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത ആ പില്ലറിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ്. ബസ്സാണല്ലോ. അതിന് നമ്മുടെ ആള് വെള്ളം അടിക്കാറില്ലല്ലോ.